ഇച്ചായ ചായ. പിന്നെ ഇച്ചായന് ഇഷ്ടമുള്ള ഏലക്കൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ പാലും വെള്ളവും എല്ലാം കൂടെ സമാകുമ്പോ എന്തോ ഒരു പേര് പറയുമല്ലോ, റേഷനാ? റേഷൻ അല്ല, ആധാർ റേഷ്യോ. ആ, അതൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയ നോക്ക്. സൂപ്പർ. ഇനി എന്നെ പൊന്നുമോള് കാര്യം പറ. എന്ത്? എന്താ വേണ്ടേ? എന്ത്? എന്തോ കാര്യം പറയാനുണ്ട്, എന്തോ കാര്യം സാധിക്കാനുണ്ട്. ഉണ്ട് 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 പറഞ്ഞു. പോയിച്ചായ ഒന്നുമില്ല. ഇല്ല, പോകുന്നൊന്നുമില്ല, നീ പറയടി മോളെ. ഞാൻ സ്നേഹത്തോടെ ഒരു ചായ ഇട്ടുകൊണ്ട് തന്നപ്പം ഇച്ചായന് എന്നെ സംശയം. എന്റെ പൊന്നുമോളെ, ചായയോടോ അല്ലോടോ പ്രശ്നം, എന്റെ കുഞ്ഞുകുട്ടന്റെ മുഖത്താ പ്രശ്നം. എന്റെ മുഖത്ത് എന്ത് കുഴപ്പം? നിന്റെ മനസ്സിലുള്ള കള്ളം മുഖത്ത് കാണാം. ഒറ്റ നോട്ടത്തിൽ എനിക്കത് മനസ്സിലാവുകയും ചെയ്യും. അതെന്തുകൊണ്ടാന്നറിയോ? എന്തുകൊണ്ടാ? എന്റെ മനസ്സിലെ കള്ളത്തരം ഇല്ലാത്തത് കൊണ്ട്. നിനക്ക് കള്ളത്തരം ഒളിക്കാൻ അറിഞ്ഞുവിടാത്തത് കൊണ്ടാ. അല്ല, നിന്റെ മനസ്സിലെ കള്ളത്തരമൊക്കെ ഉണ്ട്. ഇനി എന്റെ പൊന്നുമക്കളെ കാര്യം പറ. വൈകിട്ട് നമുക്കൊന്ന് പുറത്തു പോയാലോ? ദാണ് സംഭവം. അതിനാണ് ഈ ഏലക്കയും പാലും വെള്ളവും എല്ലാം കൂടെ കറക്റ്റ് റേഷ്യോയിൽ കൊണ്ടുവന്ന് എനിക്ക് എൻ്റെ ടേസ്റ്റ് അറിഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ വളച്ച് കെട്ടുന്നത്? നേരിട്ട് പറഞ്ഞാൽ പോരെ, ചായ കൊണ്ട് കയറുക, ഈ ചായ വൈകിട്ട് എനിക്കൊരു സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞാൽ പോരെടി. ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എൻ്റെ അടുത്ത് ഇങ്ങനെ വളച്ച് കെട്ടരുത്, സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയുക. കാര്യം എനിക്ക് നിന്നെ ഒറ്റ നോട്ടത്തിൽ നിന്റെ കള്ളത്തിൽ എനിക്ക് മനസ്സിലായി. ഒറ്റ നോട്ടത്തില് കള്ളത്തരം കണ്ടുപിടിക്കാൻ ഇങ്ങനാരാ? പോലീസാ? ഒരു ഡോക്ടറുടെ ഒരു ജാട. അല്ല, ഞാൻ കേൾക്കുന്നുണ്ടേ. ആ, കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞത്. ഹേമേ, ഇതാര്? ഹലോ, ആരാ? ഞാൻ ആലീസ്. ആ ആ, പറയാം. ആ, ശരി. ആരാ ഈ ഹേമ? ഹേമ? ആ, ഏത് ഹേമ? ഓ, എത്ര ഹേമമാരെ ഇച്ചായൻ അറിയാം. ഹേമമാലിനി അറിയാം, അവരാണ് വിളിച്ചത്. ഏതൊരു വക്കീലിന്റെ ഭാര്യ ഹേമ. വക്കീലിന്റെ ഭാര്യ ഹേമ? ആ, അഡ്വക്കേറ്റ് ഗോപിനാഥന്റെ ഭാര്യ ഹേമ. അറിയാം. അവരെ ഇച്ചാൻ എങ്ങനെ പരിചയം? ഒരു ഹോസ്പിറ്റലിൽ അവരെ പട്ടിയും കൊണ്ടുവരുമായിരുന്നു, അങ്ങനെ പരിചയമുണ്ട്. അയ്യോ, എന്നിട്ട് അവർ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അവര് പറഞ്ഞു. എന്തു പറഞ്ഞു? ചായ, അവരുടെ കോൾ ഇപ്പൊ വന്നായിരുന്നു, ഞാൻ അറ്റൻഡ് ചെയ്തു, അവരുമായിട്ട് കാര്യമായിട്ട് സംസാരിക്കുകയും ചെയ്തു. എന്ത് സംസാരിച്ചെന്ന്? ഇച്ചാന്റെ മുഖത്ത് എന്തൊരു വെപ്രാളം. എന്താ അവളോട്ട് എന്താ ബന്ധം? എന്താ എന്തോന്ന് ബന്ധമൊന്നും? ഒരു ബന്ധവും ഇല്ല. എന്നിട്ട് അവരങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഞാൻ ഫോണിൽ കിട, ഞാൻ അവരെ വിളിച്ചു നോക്കാം. വേണ്ട, ഇനിയിപ്പം എന്തിനാ വിളിച്ചു ചോദിക്കുന്നത്? എന്റെ ഇച്ചായൻ ഇങ്ങനെയാണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടാ. സ്വന്തം ഭർത്താവിനെ പറ്റിയിട്ട് അന്യൊരു സ്ത്രീയുടെ വായിന്ന് കേൾക്കേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ ഗതികേട് ഇച്ചായൻ ഒന്ന് ആലോചിച്ച് നോക്ക്. അയ്യേ, ഹേമ എന്താ പറഞ്ഞു? നീ ഒന്ന് പറയൂ. എന്റെ ഇച്ചായന് തീരെ നാണമില്ലല്ലേ ഇച്ചായ? ഞാനത് എങ്ങനെ ഇച്ചാന്റെ മുഖത്ത് നോക്കി പറയും? ആലിസേ, ഞാനൊരു സത്യം പറയാം. അവർക്ക് തലയ്ക്ക് പ്രാന്താണ്. അവർ ഈ പട്ടികളെ കൊണ്ട് ആശുപത്രിയിൽ വന്നിട്ട് ആൾക്കാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഓഹോ, അപ്പൊ ഇതാണ് പരിപാടി. രാവിലെ അവൾ അവിടെ വരും, പിന്നെ ഇച്ചായനുമായിട്ട് അങ്ങ് പഞ്ചാരടി. പഞ്ചാരടി ഒന്നും അല്ലടി, എന്നെ അടി ആലിസേ. അവർ ഇന്നേ വരെ ആരെങ്കിലും കുറിച്ച് ഒരു നല്ലത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അവർ എന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാവോ? നീ അത് വിശ്വസിക്കരുത് മോളെ. ദയിച്ചായ, ഞാൻ അത്ര കൊച്ചു കുട്ടിയൊന്നും അല്ല കേട്ടാ. എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണ്ട എന്നൊക്കെ അതൊക്കെ എനിക്കറിയാം. ആലിസേ, ഹേമ എന്താ പറഞ്ഞത്? നീ ഒന്ന് പറയുന്നേ. ഇച്ചാനൊന്ന് എഴുന്നേറ്റ് പോയിക്കേ. മനസ്സില്ല എനിക്ക് പറയാൻ. ആ, ശരി. ഞാൻ പറയുന്നത് എന്നിട്ട് പോണ്ട ഇച്ചായ.
കഷ്ടമാണ് കേട്ടോ, കഷ്ടമാണ്. ഒരാവശ്യത്തിന് വിളിച്ച ഈ പുള്ളിയൊക്കെ ഇതേപോലെ. ആ നമസ്കാരം സാറേ. ഇതെന്നാണ് ഞാൻ ഈ ഫോൺ വിളിച്ചിട്ട് എടുക്കുമല്ലാതെ എത്ര പ്രാവശ്യം കിടന്ന് വിളിച്ചെന്നറിയും. നമ്മളൊരു ആവശ്യത്തിനല്ലേ ഈ ഫോൺ വിളിക്കുന്നത്. രാവിലെ തന്നെ ആലീസ് കലിപ്പില്ല. അതിനിടയിൽ പവിത്രന്റെ ഫോൺ എടുത്താലേ അത് കുഴപ്പം. രാവിലെ രണ്ടും കൂടെ എന്തോ മുട്ടം ബഹളമാണെന്നുള്ള മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്നാ പ്രശ്നം എന്നായിരുന്നു? ഇത്രയും നാളായിട്ട് അറിയാവുന്നതല്ലേ, ഒന്ന് ഊഹിച്ചു നോക്ക്. സ്ത്രീ വിഷയമാണെന്നുള്ള കാര്യം മനസ്സിലായി. ഈ പ്രാവശ്യം ആർക്കാന്നേ നറുക്ക് വീണേ? ഒരു ഹേമ അതെ അതെ. ഹോസ്പിറ്റലിൽ പോമറേനിയം പട്ടിയായിട്ട് വരുന്നൊരു സ്ത്രീയാ. നമ്മുടെ അഡ്വക്കേറ്റ് ഗോവിന്ദാന്റെ ഭാര്യ. പിന്നെ എനിക്കറിയാം. പിന്നെ നമുക്കെന്തൊരു അത്യാവശ്യം വരാൻ നേരത്ത് സാറിന് എടുത്തിട്ടല്ലോ ഓടിച്ചെല്ലുന്നത്. ഇവിടെ ഭാര്യ അതുപോലൊക്കെ തന്നെയാണ്. ഒരു വിടുവായിത്തരമൊക്കെ പറയുന്നത് നമ്മളെ. അത് തന്നെ പ്രശ്നമായത്. അവരെന്നെ വിളിച്ചായിരുന്നു. ഫോൺ എടുത്തത് ആലിസ. അവരുടെ സ്വഭാവം അറിയാമല്ലോ, എപ്പോഴാ എന്താ പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തോ പറഞ്ഞിട്ടുണ്ട്. എന്റെ സാറേ എനിക്കിതുപോലെ ഒരു അബദ്ധം. എങ്ങനെ? കഴിഞ്ഞ ദിവസം ഞാൻ ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു. ഇവർ കാറിൽ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ കണ്ടു പറഞ്ഞ ആ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പവിത്ര ഡിയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊഞ്ചിക്കൊഴയുന്നല്ലോ ഒറ്റ വർത്താനം. ഞാനാണ് ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അങ്ങ് ചമ്മി പോവുകയും ചെയ്തു. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞു കാണും. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടത്തിൽ സുമിത്രയും കൂടെ ഉണ്ടായിരുന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അയ്യോ, അതെ, പവിത്ര എനിക്കൊരു സഹായം ചെയ്യണം. ആലിസ് ചിലപ്പോ ഈ ഹേമയെ കുറിച്ച് ചോദിക്കും. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ വെച്ചങ്ങ് കീറിയേക്കണം. ഞാൻ എന്നാ പറയണ്ടേ? അതായത് അവർക്ക് ഇല്ലാ കഥ പറഞ്ഞു കിടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവർ നുണയാണ് മൊത്തം പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് വിശ്വസിപ്പിക്കണം. പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കിയാൽ പോരെ, വിശ്വസിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ലെന്നേ. എന്തോ പറയുന്നു പറയും. ഇതിൽ രക്ഷപ്പെടണമെങ്കിൽ ഹേമയെ കുറിച്ച് പറയാവുന്ന അനാവശ്യങ്ങളൊക്കെ പറഞ്ഞോ വരുന്നു. എന്താ പവിത്ര, ഡോക്ടർ ഉപദേശിക്കാൻ വന്നതായിരിക്കും. ഡോക്ടറെ ഞാൻ ഉപദേശിക്കാനോ? അതും 10ാം ക്ലാസ് പോലും ജയിക്കാത്ത ഞാൻ ഡോക്ടറെയൊക്കെ ഉപദേശിക്കാന്ന് പറഞ്ഞാൽ നല്ല കഥയായി അല്ലേ? അയ്യോ, ഇമാതിരി കാര്യങ്ങൾക്കേ പഠിപ്പും വിവരമൊന്നും വേണ്ട. ഇതൊക്കെ സ്കൂളും കോളേജും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ തുടങ്ങിയ പരിപാടിയാ. ആലീസ് എന്നെ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതെ, ഈ ഹേമ എങ്ങനെയാള്? ഞങ്ങൾ ആ കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നേ. അവരൊരു പ്രത്യേക ടൈപ്പാണ്. ചുമ്മാ വായി തോന്നുന്നേക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാണ്. പക്ഷെ അവർ കെട്ടിയവനുണ്ട് ഗോപിനാഥൻ വക്കീല്. ഭയങ്കര തങ്കപ്പെട്ട മനുഷ്യനോ കേട്ടോ, മാന്യന പുള്ളി. ഞാൻ അവരുടെ കെട്ടിയവനെ പറ്റിട്ടല്ലല്ലോ ചോദിച്ചത്, ഹേമനെ പറ്റല്ലേ. അവരുടെ കാര്യം പറ. അതൊരു വട്ട് കേസാന്നേ. ചിലപ്പോ കല്ല് വെച്ച നുണ പറയും. പിന്നെ ആളുകളെ കുറിച്ച് അപവാദം പറയുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഹോബി. എൻ്റെ സാറേ, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ബാങ്കുമാരുടെ രാമേന്ദ്രൻ സാറില്ലേ, ഈ പുള്ളിയെക്കുറിച്ച് എന്നോട് വന്നവർ എന്നാ പറഞ്ഞെന്നറിയോ? എന്നാ പറഞ്ഞ? ഈ രാമേന്ദ്രൻ സാർ ഒരു വായി നോക്കിയാണെന്ന്. അയ്യോ, എന്റെ ദൈവം, അതുപോലെ ഒരു മാന്യനായ മനുഷ്യനെ നമ്മുടെ ഈ പഞ്ചായത്തിൽ എല്ലാം അറിയോ? പിന്നല്ലാതെ. ഇവർക്ക് ആരെ കുറിച്ചെങ്കിലും ഇല്ലാക്കഥ പറഞ്ഞില്ലേ ഉറക്കം വരത്തില്ലെന്ന്. ഉദാഹരണത്തിന് ഇപ്പൊ ആലീസിനെ അവർക്കറിയാവോ? ഇല്ല. പക്ഷെ അവര് നാട്ടുകാരോട് ആലീസിനെ കുറിച്ച് എന്തായിരിക്കും പറഞ്ഞല്ലോ അടക്കം. ഈ ജോർജ് കുട്ടി സാറിന്റെ ഭാര്യ ആലീസില്ലേ, അവളൊരു തികഞ്ഞ അഹങ്കാരിയാണ്. ഡോക്ടറെ വകവെക്കില്ല. വീട്ടിൽ കിടന്ന് ഏതു നേരം വഴക്കാണ്. അതും പോരാഞ്ഞിട്ട് മുടിഞ്ഞ സംശയരോഗിയാണെന്ന് ഇതുപോലെ പറഞ്ഞു കിടക്കും. അത്ര സ്ത്രീയാ അവര്, അറിയോ? പവിത്രന്റെ സഹായം ചോദിക്കാൻ വന്ന എണ്ണ തല്ലണം. ഞാനത് ഈ ഹേമ എന്ന് പറയുന്ന ആൾ ഇല്ലാ കഥ പറഞ്ഞു നടക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാനല്ലേ പറഞ്ഞത്? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ആലീസിനെ കുറിച്ച് ഇല്ലാ കഥകളാ ഈ പുള്ളിക്കാരി പറയുന്നു. ഇത് ഇല്ലാ കഥയാണോ? ഇതൊക്കെ സത്യമല്ലേ? ആലീസ് ഒരു വഴക്കുണ്ടാകുമ്പോ അതിന് കാരണമെങ്കിലും അറിയണ്ടേ? ഹേമ എന്താ പറഞ്ഞത്? ഇപ്പൊ ഹേമയല്ല എന്റെ പ്രശ്നം. പവിത്ര എന്നെ പറ്റിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? പവിത്രനല്ലല്ലോ പറഞ്ഞത്. ഹേമ ആലീസിനെ കുറിച്ച് പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളല്ലേ പവിത്ര പറഞ്ഞത്. ഇച്ചായൻ എന്നെ പറ്റിയിട്ട് പവിത്രനോട് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പവിത്രൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ആലീസ് എന്നാടി ഇത്? ഇച്ചാൻ ഇങ്ങനെ തന്നെ ആ ഹേമയോടും എന്നെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തിന്? അതെന്നെ കൊണ്ട് പറയിപ്പിക്കൽ. ഇച്ചാൻ എഴുന്നേറ്റ് പോയിക്കേ. എനിക്ക് ഇച്ചാനെ കാണണ്ട. പോ. എന്നാടി? പോവാൻ പോ. എടാ കൃഷ്ണകുമാറേ, നിന്നൊരു കാര്യം ഏൽപ്പിച്ചിട്ട് എത്ര ദിവസമായി? ഒരു കാര്യം ഏറ്റുകൊണ്ട് പോയാൽ അത് കൃത്യസമയത്ത് ചെയ്യണ്ടേ? എടാ മോനെ, നമുക്ക് ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ആദ്യം വേണ്ടത് കൃത്യനിഷ്ഠയാണ്. എടാ, ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് പറഞ്ഞ സമയത്ത് ചെയ്യണം. അല്ല, നിനക്ക് തോന്നുന്ന സമയത്തല്ല ചെയ്യേണ്ടത്. നീ അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക കേട്ടാ. ആരായിരുന്നു ഫോണിൽ? കൃഷ്ണകുമാർ.
ഏത് കൃഷ്ണകുമാറാണെങ്കിലും അവനൊരു പമ്പര വിദ്യ. നിന്റെ എന്ന് ഉപദേശം വാങ്ങി അവൻ എന്ത് ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാനാണ്? അമ്മാവ കാര്യം അമ്മാവൻ എൻ്റെ ഭാര്യയുടെ അച്ഛനൊക്കെയാണ്. ആ ഒരു ബഹുമാനം അമ്മാവനോട് കാണിക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. എന്ന് വെച്ച് തിരുവരുമാരി ഓവറാവില്ല കേട്ടോ. എന്താണ് ഓവറായത്? നോക്ക്, നീ ജീവിതത്തിൽ ചെയ്ത എല്ലാ ബിസിനസ്സുകൾക്കും കാശ് കൊണ്ട് കളഞ്ഞു. നീ എങ്ങനെയാണ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്? നോക്ക്, നിനക്ക് കൃത്യനിഷ്ഠയില്ല. അങ്ങനെയുള്ള നീ മറ്റുള്ളവരെ എങ്ങനെയാണ് കൃത്യനിഷ്ഠ പഠിപ്പിക്കുന്നത്? എനിക്ക് കൃത്യനിഷ്ഠ ഇല്ലെന്ന് ആരാണ് പറഞ്ഞത്? ഞാനൊരു ഉദാഹരണം പറയാം. പറയൂ. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ പ്രഭാകരൻ സാറിനെ കാണാൻ പോവാൻ നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു. നീ പോയിരുന്നോ? അല്ല അത് ഇല്ല. ഉച്ച കഴിഞ്ഞപ്പോ പ്രഭാകരൻ സാറ് എന്നെ വിളിച്ചു ചോദിച്ചു നീ എവിടെയാണ്. അല്ല അത് അമ്മാവ ഞാൻ പോയതായിരുന്നു. പക്ഷെ പോണ വഴിക്ക് എന്റെ ബൈക്കിന്റെ ടയർ പഞ്ചറായി. അതാണ് ലേറ്റ് ആയി പോയത്. സത്യമായിട്ട്. പക്ഷെ പ്രഭാകരൻ സാറിനെ കണ്ടൂന്നല്ലേ കുട്ടിയുടെ എന്നോട് പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്ന? പറഞ്ഞു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയല്ലേ? ഞായറാഴ്ച. അത് ഇവന്റെ വാക്കുകളൊക്കെ വിശ്വസിക്കുന്ന നീയാണ് പമ്പര വിഡ്ഢി. അടുത്ത കോള് വന്നു, എടുത്തുപദേശിക്കും. ഹലോ, പവിത്ര എന്താടാ രാവിലെ? അയ്യോ എന്തോന്നാ പ്രശ്നം? എന്താ ആണോ? ശരി ഞാൻ നോക്കട്ടെ. ഞാൻ വിളിക്കാം. അടുത്തതായി പരിഹരിക്കാനുള്ള പ്രശ്നം എന്താണ്? പിടിച്ചില്ല. സുലു, എടി നീ അറിഞ്ഞായിരുന്നാ? എടി അവിടെ ആ ജോർജ് കുട്ടിയും ആലീസും തമ്മിൽ ഭയങ്കര പ്രശ്നം നടക്കണം. ആ പവിത്രം പറയണു ഏതോ പെണ്ണിന്റെ പേരും പറഞ്ഞെന്ന്. ഏത് പെണ്ണ്? ഇപ്പൊ അതാണ് പ്രശ്നം. എടി നമ്മൾ രണ്ടുപേരും കൂടെ അവിടം വരെ ചെന്നില്ലെങ്കിൽ അനിഷ്ട സംഭവം വല്ലതും ഉണ്ടാവും അവൻ പറയണു. അതിലൊന്നും കാര്യമില്ല കുട്ടേട്ടാ. അവര് കല്യാണം കഴിഞ്ഞ നാളെ മുതലേ അടികൂടുന്നല്ലേ. അവർ തന്നെ അടികൂടുകയും ചെയ്യും, അവർ തന്നെ പരിഹരിക്കുകയും ചെയ്യും. ഈ പണ്ടത്തെ പോലെയാണോ? ഇപ്പൊ അവര് താമസിക്കുന്നത് നമ്മളെ വീട്ടിലല്ലേ? അവിടെ വെച്ച് വല്ല പ്രശ്നം ഉണ്ടായാലേ? എന്തുണ്ടാകാൻ ഒന്നുമില്ല. കുട്ടേട്ട വേറെ പണിയോ? സ്വന്തം കാര്യം നോക്കാൻ അറിയാത്ത നീയാണോ ഓമനെ കുട്ട നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ ഇറങ്ങുന്നത്? സുലേജനെ, ഇവന് വട്ടാണ്. അല്ല പിന്നെ നീ നിന്റെ കാര്യം നോക്ക്. പിന്നല്ലാതെ അതെ, ഞാൻ നിങ്ങൾ രണ്ടുപേരടുത്തും കൂടെ പറയാണ്. ഞാൻ പറയുന്നതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണ്. ആലീസിന്റെ സ്വഭാവം നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിഞ്ഞുകൂടാത്തോണ്ടാണ്. അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണ് കണ്ടുകൂടാ. പിന്നെ കണ്ണൊക്കെ തല്ലിപ്പൊടിച്ച് കളയും. പിന്നെ എന്റെ അടുത്ത് ചോദിച്ചിട്ട് ആരും വരല്ലേ? അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണ് കണ്ടുകൂടാ. പിന്നെ കണ്ണൊക്കെ തല്ലിപ്പൊടിച്ച് കളയും. അവൻ പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ സുലോചനെ. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ കാര്യം പറയാൻ മനസ്സിലാവാത്ത കുറെ മനുഷ്യരുകൊണ്ട് നീ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്തു പറഞ്ഞാല്? വഴക്കുണ്ടാക്കുമ്പോൾ ഈ വീട്ടു സാധനങ്ങൾ നശിപ്പിക്കുന്നവളാണ് ആ സ്ത്രീ എന്ന്. അമ്മാവ അത് പറയാൻ പറ്റത്തില്ല. അവളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയും. ഇന്നത്തെ അവരുടെ വഴക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി ചെന്ന് പരിഹരിക്കണം. എന്നിട്ട് അവരോട് പറയണം വീട് ഒഴിഞ്ഞു തരാൻ. അല്ല, വഴക്ക് പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട് ഒഴിയേണ്ട കാര്യമുണ്ടോ? വഴക്ക് നാളെ ഉണ്ടാകുമല്ലോ. കുട്ടേട്ട എന്ത് പറഞ്ഞ ഇടപെടുന്നത്? അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുമെന്തോ. സുലു, ജോർജ് കുട്ടി എൻ്റെ സുഹൃത്താണ്. നിനക്കും അവനെ വർഷങ്ങളായിട്ട് അറിയാം. അവർക്കൊരു പ്രശ്നം വരുമ്പോ അത് നമ്മുടെ പ്രശ്നങ്ങളെ പോലെ കണ്ട് ഇടപെടണ്ടേ? അതിനല്ലേ മനുഷ്യത്വം എന്ന് പറയുന്നത്. എന്നാലും എനിക്ക് അങ്ങനെ പറയല്ലേ സുലു. നാളെ നമുക്കാണ് ഒരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ അവരല്ലേ വന്ന് ഇടപെടേണ്ടത്. പ്രശ്നം എന്താന്ന് പോലെ അറിയാൻ നമ്മൾ എങ്ങനെ പോയി ഇടപെടും? അത് നമുക്ക് അവിടെ പോയി ചോദിക്കാമല്ലോ. നീ ഒന്ന് പോയി ഡ്രസ്സ് മാറി, എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ അവിടെ പോകുന്നു, കാര്യം എന്താണെന്ന് ചോദിക്കുന്നു, അവരുടെ പ്രശ്നം അറിയുന്നു, പ്രശ്നം പരിഹരിക്കുന്നു. എൻ്റെ ഭാര്യയായിട്ട് പറയുന്നതല്ല കേട്ടാ. ഒരു ലോകത്തൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ നിന്നെപ്പോലൊരു സ്ത്രീ വേറെ ഇല്ല. അത്രയ്ക്ക് മിടിക്കാ നീ. അത് നിന്റെ ഭാര്യ ആയതുകൊണ്ടല്ല, പിന്നെ അവൾ എന്റെ മകളായതുകൊണ്ട്. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. നീ ഒന്ന് പോയി ഡ്രസ് ചെയ്തേ. എന്റെ ചക്രക്കുട്ടനല്ലേ പറയണത്. പിന്നെ ഡ്രസ് മാറിയടി. എങ്ങാനും ജോർജ് കുട്ടിയുടെ ഈ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ജോർജ് കുട്ടിയുടെ മുന്നിൽ പിന്നെ ഞാൻ ആരാ? പോയി മാറ്.
അല്ലെന്നേ പവിത്രൻ രാവിലെ വിളിച്ച് കാര്യം പറയുമ്പോഴാണ് ഞാൻ അറിയണേ. അല്ല ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇത്ര ഗുരുതരമാവണേന്ന് ഉള്ളതാണോ? ഗുരുതരമാക്കുന്നതിൽ അവന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. കാര്യം പറഞ്ഞാൽ മനസ്സിലാവണ്ടേന്നേ. ജോർജ് കുട്ടി എന്താ പ്രശ്നം? എന്താന്ന് വെച്ചാ പറ. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട് പറയാൻ. ഈ ആലിസ് രാവിലെ എഴുന്നേക്കുന്നത് തന്നെ എന്നോടെങ്ങനെ വഴക്കിടാം എന്ന് ആലോചിച്ചിട്ടാണ്. ഇതിപ്പോൾ കല്യാണം കഴിച്ചിട്ട് കുറേ വർഷമായി. അതുകൊണ്ട് ഈ വഴക്കിടലൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. ഞാൻ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളയും. പക്ഷെ ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പുതിയൊരു പെണ്ണ് എന്നെ ഫോൺ ചെയ്തു. ഹേമ. അതാ ഇത്ര ചൂട്. അതാര്? ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ അഡ്വക്കേറ്റ് ഗോപിനാഥിനെ അറിയാമായിരിക്കും. ഗോപിനാഥൻ്റെ ഭാര്യ ഹേമ. എന്താവശ്യത്തിനാണ് വിളിച്ചതെന്നോ എന്താ പറഞ്ഞതെന്നോ എനിക്കറിയില്ല. കോള് വന്നു, അവളാ ഫോൺ എടുത്ത. എന്നാ ഞാനൊന്ന് പോയി സംസാരിച്ച് നോക്കിയാലോ? അയ്യോ, അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? അതെ, സംസാരിച്ച് അവസാനം നമുക്ക് പരിചയമുണ്ടോന്നൊന്നും പറഞ്ഞേക്കരുത്. അല്ലേ അത് പഠിക്കൊന്നും വേണ്ട. ഉടായിപ്പ് കണ്ടുപിടിച്ചത് എവളാണ്. ഒരാളെ വളച്ച് കുപ്പിയിൽ കയറ്റ ഇവളെ പോയിട്ടേ ഉള്ളൂ. എന്നെ തന്നെ കണ്ടില്ലേ? ഉണ്ടായിരുന്നു. എന്തായാലും ഞാനൊന്ന് പോയി സംസാരിച്ച് നോക്കാം. സംസാരിച്ച കരി നടക്കും. മോനക്കുട്ടാ, എന്തോ എന്തൊക്കെ പറഞ്ഞാലും നീ ഭാഗ്യവാനാണ് കേട്ടോ. ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഭാര്യയെ കിട്ടുന്നതേ ലക്കി. നീ പറഞ്ഞ ശരിയാണ്. കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷേ ഇവളെ കൂടെ ഒരു തന്തയെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്റെ പൊന്നെ, അതിനെ സഹിക്കണയാണ് പാട്. ആലീസിനെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. ഇതിപ്പോ ആലീസ് വേറൊരു തൊട്ടാവാടിയാണല്ലോ. സുലോചന ഇപ്പൊ എന്തിനാ വന്നത്? അല്ല, നിങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കാണെന്ന് പറഞ്ഞു. ഒരു കുടുംബമാകുമ്പോൾ വഴക്കൊക്കെ ഉണ്ടാവും. പക്ഷെ അതേ സ്പീഡിൽ തന്നെ അത് മാറുകയും വേണം. എന്താ കാര്യമെന്ന് അറിഞ്ഞാലേ സുലോചന ഇപ്പൊ സംസാരിച്ച പോലെ ആയിരിക്കത്തില്ല സംസാരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാവുന്നേ. ജോർജ് കുട്ടി, ഇന്ന് സമാധാനമായിട്ടിരുന്നേ. ഇവിടെ അകത്ത് പോയിരിക്കണ സുലുവാണ്. അവളൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നടത്തിയിട്ടേ വരുള്ളൂ. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. സുലോചന പറഞ്ഞു അവസാനം നമ്മൾ തമ്മിലുള്ള അടുപ്പം പറഞ്ഞുണ്ടല്ലോ, അതോടെ തീർന്നു. ഇപ്പൊ പ്രതിസ്ഥാനത്ത് ഹേമയാ, ആ സ്ഥാനത്ത് സുലോചന വരും. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടോ. നിന്റെ കയ്യിലുണ്ട് കുറച്ച് തെറ്റുകൾ. ഭാര്യയൊക്കെ സ്നേഹിക്കാം, പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. ഇതൊരുമാതിരി കൊച്ചു പിള്ളേരായിട്ട് കൊഞ്ചിക്കും പോലെയല്ലേ നീ അവളായിട്ട് കൊഞ്ചിക്കണത്. പിന്നെ എങ്ങനെ തലയിൽ കയറാതിരിക്കും? എടാ, അവൾ ഈ ബഹളം വയ്ക്കുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഉണ്ടല്ലോ, ആള് പാവുക. അതുകൊണ്ടാണ് എനിക്ക് അവളെ ഇത്ര ഇഷ്ടം. കാര്യം എന്തായി? ആലീസ് പറയാനുള്ളതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തു പറഞ്ഞു? പറയാനുള്ളതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്കിപ്പോ ഇവിടെ പറയാൻ പറ്റില്ല. എന്തോ ഈ പറയണം? അതെ, ഹേമ എന്തെങ്കിലും അനാവശ്യം ആലീസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറും കള്ളമാണ്. ഞാൻ ഹേമയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹേമ ആലീസിനോട് പച്ച കള്ളവാ പറഞ്ഞിരിക്കുന്നത്. ആര് കള്ളം പറഞ്ഞു ആര് സത്യം പറഞ്ഞു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട് കേട്ടോ. ഓമനക്കുട്ട നിൽക്കും, കാര്യം പറഞ്ഞിട്ട് പോകാൻ നിങ്ങൾ വരുന്നുണ്ടോ? ഞാൻ വരുന്നുണ്ട്. ഓമനക്കുട്ട. എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമാണല്ലോ. എന്തായിരിക്കും? ആലീസെ തൂക്കിക്കൊല്ലാൻ വിധിച്ചവരോട് പോലും അതിന്റെ കാരണം പറയാറുണ്ട്. ഇപ്പൊ വഴക്കുണ്ടാക്കുന്നതിന്റെ റീസൺ പോലും എനിക്ക് അറിയത്തില്ല. സുലോചനയോട് പറയാമെങ്കിൽ പിന്നെ എന്നോട് പറഞ്ഞാൽ എന്താ? ആലിസെ, നീ എന്നെ ഒന്ന് നോക്ക്. എന്റെ പൊന്നുമോൾ എന്നെ ഒന്ന് നോക്കടി. ആലിസ, നമ്മൾ ഇതിനു മുമ്പ് എത്രയോ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അത് അപ്പൊ തന്നെ തീർന്നിട്ടുണ്ട്. ഇതിപ്പോ എത്ര നേരമായി? എടി, നീ ഒന്ന് പറ. ഹേമ എന്താ പറഞ്ഞത്? ഹേമ എന്നോട് പറഞ്ഞ് ഇച്ചാന ഹോസ്പിറ്റലിൽ വെച്ച് 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, 1-2 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ പറഞ്ഞ് ഇച്ചായൻ ഭയങ്കര മാന്യനാണ്, ഡീസൻ്റ് ആയിട്ടേ സംസാരിക്കത്തുള്ളൂ, ഇതുപോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയത് ആലീസിന്റെ ഭാഗ്യമാണ്. പിന്നെ ഇത്രേ പറഞ്ഞത്. എന്താ നീ എന്നോട് വഴക്കിട്ട എന്തിനാ? എനിക്കിതൊക്കെ കേട്ടപ്പോഴേ ഭയങ്കര സന്തോഷം വന്നു. അതുകൊണ്ട് ഇച്ചായ,
ഇച്ചായൻ രാവിലെ എന്നോട് പറഞ്ഞില്ലേ, എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഖത്തറിയാൻ പറ്റും, എനിക്ക് കള്ളത്തരം ഒളിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? എൻ്റെ ഉള്ളിലേ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ അത് മറച്ചു വെച്ചിട്ട് ദേഷ്യം കാണിച്ചില്ലേ, ദേഷ്യം അഭിനയിച്ചില്ലേ, എന്നിട്ട് ഇച്ചാന് മനസ്സിലായില്ലല്ലോ. നിന്റെ തലമണ്ട ഞാൻ അടിച്ചു കയറി കേട്ടോ. അയ്യേ, ഇങ്ങനെയുള്ള ചെറിയ കാര്യത്തിന് എന്തിനാ തലമണ്ടയൊക്കെ അടിച്ചു പൊട്ടിക്കുന്നത്? പ്രാന്താണോ? ദേച്ചായ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല കേട്ടാ. സുലോചന എന്നെ നോക്കി പല്ലിറുമിയിട്ട് പോയല്ലോ. നീ സുലോചനയുടെ എന്താ പറഞ്ഞേ? അതിന് കാര്യമുണ്ട്, സത്യമായിട്ട് അതിനൊരു കാര്യമുണ്ട്. എന്നാ? എന്റെ ഇച്ചായ, നമ്മള് ഭാര്യ ഭർത്താക്കന്മാരാ, നമ്മൾ തമ്മിൽ പല വഴക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ വഴക്കൊക്കെ നമ്മൾ തമ്മിൽ തീർക്കാറുമുണ്ട്. ഇതിന്റെ ഇടയിലോട്ട് ഇവരെന്തിനാ മധ്യസ്ഥം പറയാൻ വേണ്ടി വന്നത്? അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേ ഞാൻ വിചാരിച്ച ഒരു പണി കൊടുക്കണമെന്ന്. എന്താ ചെയ്തേ? അത് ആണുങ്ങളാകുമ്പോഴേ ചില പെണ്ണുങ്ങളോട് മിണ്ടിയെന്ന് സംസാരിച്ചു എന്നൊക്കെ ഇരിക്കും. അതൊക്കെ ഇക്കാലത്ത് വലിയൊരു കാര്യമാണോ? അയ്യോ, എനിക്കിതൊന്നും ഒരു കാര്യമല്ല. എൻ്റെ സുലോചനെ, ഇച്ചായന്റെ ഹോസ്പിറ്റലിൽ അനുരാധ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. ആ കൊച്ചാണെങ്കിൽ ഇടക്കിടക്ക് ഇച്ചായനെ വിളിക്കാറുണ്ട്. എനിക്കതൊന്നും ഒരു വിഷയമല്ല. ഇപ്പം സുലോചനയുടെ കാര്യം തന്നെ എടുക്ക്. സുലോചന കൂടെ കൂടെ ഇവിടെ വരാറില്ലേ? ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ? ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ? ഇച്ചായന്റെ കൂടെ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ച ഒരുപാട് പെണ്ണുങ്ങൾ ഇച്ചായനെ വിളിക്കാറുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ പറഞ്ഞു വരുമ്പം ഞാനൊരു വഴക്കാളി, ഒരു സംശയരോഗി. ഓമനക്കുട്ടൻ സാറിന്റെ കാര്യം തന്നെ എടുക്ക്. കഴിഞ്ഞ ആഴ്ച ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേ സാറിനെ ആ സ്കൂളിന്റെ അവിടെ വെച്ച് കണ്ടായിരുന്നു. ബൈക്കിന്റെ പുറകിൽ ഒരു പെങ്കൊച്ചു ഉണ്ടായിരുന്നു. അല്ല, ഒരു വണ്ടി നിർത്തി അപ്പുറത്ത് കാണുന്ന ഐസ്ക്രീം പാർലറിലോട്ട് കയറിപ്പോയി. സുലോചന, എനിക്ക് വേണമെങ്കിൽ ഇത് സുലോചനനെ വിളിച്ചു പറയായിരുന്നു. ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. ഇതെന്നാ പറഞ്ഞേ? കഴിഞ്ഞ ഞായറാഴ്ച. ഞാൻ എന്തുകൊണ്ടാ പറയുന്നത്? എനിക്ക് ഈ ഓമനക്കുട്ടൻ സാറിനെ അറിയാം, സാറിന് സുലോചനയുള്ള സ്നേഹം അറിയാം. അങ്ങനെയുള്ള ഒരാൾ കള്ളത്തരം കാണിക്കുമോ? ഇല്ല. പക്ഷെ ഇച്ചായൻ അങ്ങനെയല്ല. ഇച്ചായനെ സ്നേഹം പ്രകടിപ്പിക്കത്തില്ല, പക്ഷെ സാറ് പ്രകടിപ്പിക്കും. അതുകൊണ്ടല്ലേ കഴിഞ്ഞ ദിവസം ലക്ഷ്മി ടെക്സ്റ്റൈൽസിൽ നിന്ന് സാരിയും ചുരിദാറും ഒക്കെ വാങ്ങിച്ചു തന്നത്. എവിടെ തന്നാ പറഞ്ഞേ? ലക്ഷ്മി ടെക്സ്റ്റൈൽസിൽ നിന്ന്. ഞാനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഓ, എന്തൊരു പർച്ചേസ് ആയിരുന്നു! എന്റെ കണ്ണ് തള്ളിപ്പോയി. എന്തോരം കാശാ പൊടിച്ചത്. അതാണ് സ്നേഹം. ദേ, ആ സ്നേഹം ഈ ഇച്ചായനില്ലെന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. അലിസ് വിഷമിക്കണ്ട. അയ്യോ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഇപ്പൊ എനിക്ക് ചായ കുടിക്കാൻ പറ്റിയ മൂടല്ല. ഇറങ്ങട്ടെ. ശരി എന്നാ. അയ്യോ, ആശ്വസിപ്പിക്കാൻ വന്നേക്കുന്നു. എന്റെ കർത്താവേ, നിന്നെ എന്നാണ് ഈ ചെയ്യേണ്ടത്? ആ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും? ഓ, ഒരക്ഷരം മിണ്ടി പോരുത്. നിങ്ങൾ ഇത്രയും വൃത്തിയായിട്ടാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കണ്ട പെണ്ണുങ്ങളെ കൊണ്ട് ഊരി ചുറ്റാൻ പോയിരിക്കുന്നു. ഐസ്ക്രീം വാങ്ങി കൊടുക്കുന്നു, സാരി വാങ്ങി കൊടുക്കുന്നു, ചുരിദാർ വാങ്ങി കൊടുക്കുന്നു. എന്റെ പൊന്നു സുലോചന, നീ ഇതെന്തോന്നൊക്കെ പറയണത്? ഞാൻ ആരെയും ബൈക്കിലും കയറ്റിയിട്ടില്ല, ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, സാരിയും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. കള്ളം പറയല്ലേ? ഈശ്വര, ആലീസ് ഉള്ളോണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഇല്ലെങ്കിൽ ഒരു മണ്ടിയെ പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞു കൂടിയാണ്. എടി, ആ ആലീസ് ചുമ്മാ ഓരോന്ന് പറഞ്ഞ് നിന്നെ വഴിതെറ്റിച്ചാണ്. കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ പ്രഭാര സാറിനെ കാണാൻ പോയിന്ന് എന്നോട് പറഞ്ഞു. ബൈക്ക് പഞ്ചറായിട്ട് കാണാൻ പറ്റില്ലെന്ന് അച്ഛനോട് പറഞ്ഞു. അയ്യോ, അത് സുലോചന പ്ലീസ്, ഞാൻ പറയണമെന്ന് വിശ്വസിക്ക്. നിങ്ങൾ എന്നെ കൺമുന്നിൽ കണ്ടുപോലെ വൃത്തിയായിട്ടവൻ. അയ്യോ ദൈവമേ, എന്റെ കുടുംബം കയ്യിൽ പോയി. എനിക്ക് തന്നിന്റെ കേടായിരുന്നു. മോനെ ഓമനക്കുട്ട, ആലീസും ജോർജ് കുട്ടിയും തമ്മിലുള്ള പ്രശ്നം അവര് തന്നെ പറഞ്ഞ് തീർത്തുകൊള്ളുമെന്ന് കാല് പിടിച്ച് പറഞ്ഞ സുലോചനയെ നിർബന്ധിച്ച് പ്രോത്സാഹിപ്പിച്ച് സോപ്പിട്ട് ആലീസിന്റെ മുമ്പിൽ കൊണ്ടിരുത്തി കൊടുത്തു. നിനക്ക് ഞാനൊരു ഉപദേശം തരാം. വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തിടത്ത് വയ്ക്കരുത്, അത് കടിക്കും.